യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. പൂജ, ഓഫീസിൽ നിന്ന് എന്തിനാ ഞാൻ ഓടി വന്നെന്നുള്ള കാര്യം മനസ്സിലായി കാണുമല്ലോ. അന്ന് സ്നേഹസാനത്തിൽ പോയപ്പോൾ താൻ എനിക്കൊരു വാക്ക് തന്നു, ഇനി ഈ കാര്യം ആവർത്തിക്കില്ലെന്ന്. മാതൃത്വവും മുലപ്പാലിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ ഞാനും അത് അംഗീകരിച്ചു. പക്ഷെ ഇന്നിപ്പോ താൻ ചെയ്തത് ക്ഷമിക്കാൻ പറ്റില്ല. രക്തം കൊടുക്കാനാണ്, ജീവൻ രക്ഷിക്കാനാണ്, അതൊക്കെ പിന്നീടുള്ള കാര്യം. ആരുടെയും അനുവാദമില്ലാതെ എന്തിനു താൻ വീണ്ടും പോയി? അതും ആശുപത്രിയിൽ പ്രിയുണ്ട്, നമ്മുടെ ഒന്നാം ശത്രു. ബ്ലഡ് കൊടുക്കലൊക്കെ ആവുമ്പോ ഉറപ്പായിട്ട് അവളുമായിട്ട് സംസാരിച്ചു കാണുമല്ലോ. അവളോട് സംസാരിച്ചോ? ബ്ലഡ് കൊടുക്കുന്നതിനെ പറ്റിയുള്ള ചില കാര്യങ്ങൾ. അവസാനത്തെ കേസ് എന്നും പറഞ്ഞൊരു കേസ് ഏറ്റെടുത്തിട്ട് അതിന്റെ ഭ്രാന്ത് കയറി നിൽക്കുമ്പോഴാ ഓരോരോ തലവേദനകൾ വരുന്നത്. ഈ കുടുംബത്തെ, അതായത് എന്റെ കുടുംബത്തെ ആകെ താൻ അവഹേളിച്ചിരിക്കുക. ഒരു കാര്യം ചെയ്യേ, ആ പ്രിയ ഇങ്ങോട്ട് വിളിക്കേ, എന്നിട്ട് ഇവിടെ ഒന്ന് താമസിച്ചോളാം പറ. 3 നേരം ആഹാരം കഴിച്ച് സുഖമായിട്ട് അവൾ ഇവിടെ കിടക്കട്ടെ. ഞാൻ ചെയ്ത തെറ്റിന് എന്നെ ശിക്ഷിച്ചോളൂ. തന്നെയല്ല എന്നെ ശിക്ഷിക്കേണ്ടത്. ഇത്രയും നാണക്കേട് സഹിച്ച് ഇവിടെ എനിക്ക് കഴിയേണ്ട യാതൊരു കാര്യമില്ല. ഞാൻ എങ്ങോട്ടേലും ഇറങ്ങി പോകാൻ പോവാ. മതി, പോട്ടെ. മോള് കരയുന്നു. കരയാനാണോ ഇവൾക്ക് പാട്? കണ്ണിലൊക്കെ റെഡി മണിയാ. കരയാനെന്തോ സ്വിച്ച് ഉണ്ടെന്നാ തോന്നുന്നത്. മധുമോളെ, കുറച്ച് ദയ കാണിക്കേ. കനകേച്ചി ഇതിൽ ഇടപെടണ്ട. ആ സ്വാതി, എന്താ കോടതിയിൽ വരാത്തെ? സർ, എന്നെ കുറെ ആൾക്കാർ ചേർന്ന് പൂട്ടിയിട്ടിരിക്കുക. എതിർ കക്ഷികളുടെ ഗുണ്ടകളാ സർ. പ്ലീസ് എന്നെ രക്ഷിക്കണം. കൂട്ടിയിട്ടിരിക്കുന്നു? എവിടെ? സർ, ഇതെവിടെയാണെന്ന് എനിക്കറിയില്ല സർ. ആ ദേ, താൻ പേടിക്കണ്ട, ഞാനിപ്പോ അങ്ങോട്ട് വരാം. എനിക്ക് ആ ലൊക്കേഷൻ ഒന്ന് അയച്ചതാ. ആ അജോട്ടാ, എന്താ കാര്യം? എങ്ങോട്ട് പോവാ? ഞാൻ എനിക്ക് തോന്നിയിടത്തേക്ക് പോകും. തനിക്ക് തന്റെ രീതിയിൽ പോകാമെങ്കിൽ ഞാൻ എന്റെ വഴിക്ക് പോകും. അജോട്ടാ.